നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സെൻസസ് 2027 നെറ്റ്വർ റെസിഡൻസ് സെൽഫ് എന്യൂമറേഷൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഹെൽപ്പ് ഡെസ്ക് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെൽഫ് എന്യൂമറേഷൻ സാങ്കേതിക പരിശീലന ക്ലാസ് എന്യൂമറേഷൻ പരിശീലനം ലഭിച്ച KP നസീബ് മാസ്റ്റർ നയിച്ചു. MP രവീന്ദ്രൻ, VP ഗോപാലൻ, KM അഷ്റഫ് മാസ്റ്റർ, EV കുത്തുബുദ്ദീൻ, V ഷമീർ ബാബു, ഷീജ രവീന്ദ്രൻ, VP ശശികുമാർ, M മമ്മിക്കുട്ടി, തർമൽ സെയ്ദ് മുഹമ്മദ് എന്നിവർ ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകി. റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സെൻസസ് 2027 ഇതിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഈ വർഷം നമ്മുടെ സെൻസസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സഹായ ഒരു ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് നമുക്ക് അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സെൻസസിന്റെ ഭാഗമായിട്ട് നമ്മളെ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു അഭിമാന നിമിഷമാണ് നമുക്കെന്ന്. എനിക്ക് തോന്നുന്നു നമ്മളെ റെസിഡൻസ് അസോസിയേഷനിൽ ഇങ്ങനെ നമ്മുടെ തിരൂർ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ടാവില്ല. നെറ്റ്വയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തന്നെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് സർക്കാരിന്റെ വിഷയമായാലും സാധാരണ സാമൂഹ്യ സാംസ്കാരിക വിഷയമായാലൊക്കെ തന്നെ ഇതൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ട്രഷററുടെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ ക്യാമ്പയിനൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ ഗുണപ്രദമായ കാര്യം തന്നെയാണ്. അതിന്റെ സമയത്ത് അത് നടക്കും. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മറ്റൊരു ആവശ്യത്തിനും ഈ രേഖ അല്ലെങ്കിൽ ഈ വസ്തുതകൾ കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. പല ആൾക്കാർക്കും അതിൻ്റെ സംശയം ഉണ്ടാവും. ഇതിപ്പോൾ ടാക്സ് കൂടാൻ മറ്റുള്ള വീടിൻ്റെ വലിപ്പം കാറുണ്ട് മറ്റുള്ളതൊക്കെ ഉണ്ടായതുകൊണ്ട് ടാക്സ് കൂടും, വീട്ടുനികുതി കൂടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് പല വിവരങ്ങളും പലരും മറച്ചു വെക്കാറിന് മുമ്പ് അതിനുള്ള ബോധവൽക്കരണങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.